നിങ്ങളുടെ ശമ്പളത്തിന്റെ ഭൂരിഭാഗവും മാസാമാസം EMI-യിലേക്കാണോ പോകുന്നത്? തീരാക്കടങ്ങളുടെ തലവേദനകൾ നിങ്ങളെ എപ്പോഴും അലട്ടുന്നുണ്ടോ? ഒരു കടം വീട്ടാൻ മറ്റൊരു കടം വാങ്ങിക്കേണ്ട സാഹചര്യത്തിലാണോ നിങ്ങൾ ഉള്ളത്? എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കണ്ടിരിക്കണം. കാരണം കടബാധ്യതയിൽ നിന്നും രക്ഷപ്പെടാനുള്ള 5 വഴികളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ അവിനാഷ്, ബോസ്വാല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണൽ ലോൺ അല്ലെങ്കിൽ വ്യക്തിഗത വായ്പ എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വ്യക്തിഗത വായ്പ മാത്രമല്ല, മറ്റു പല ലോണുകളും നമ്മൾ എടുക്കാറുണ്ട്. വാഹന വായ്പ അല്ലെങ്കിൽ ഭവന വായ്പ, അങ്ങനെ ഒരുപാട് ലോണുകൾ നമ്മൾ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കടങ്ങൾ വാങ്ങിക്കാറുണ്ട്. നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാശ് വെച്ച് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നമുക്ക് ലോൺ എടുക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഏറ്റവും ഉചിതമായ മാർഗവും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോൺ എടുക്കുന്ന സമയത്തുള്ള ആ ഒരു മാനസികാവസ്ഥ ആയിരിക്കില്ല ഇത് അടച്ചു തീർക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. കാരണം ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടിന് കണക്കായിട്ടല്ല നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ബാധ്യത അല്ലെങ്കിൽ ഈ ലോൺ കാരണം വളരെ വലിയ രീതിയിലുള്ള പ്രഷർ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ലോൺ അടച്ചു തീർക്കാൻ വേറെ ലോൺ എടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ലോൺ എടുക്കുന്നു, നമ്മൾ മാസാമാസം EMI അടക്കുന്നു, ചിലപ്പോൾ EMI ലേറ്റ് ആകുന്നു, അതിന്റെ ഫൈൻ വരുന്നു, വീണ്ടും അത് കൂടി വരുന്നു, പലിശ കൂടി വരുന്നു, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ലോൺ എളുപ്പത്തിൽ അടച്ചു തീർക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അത് കൃത്യമായിട്ട് പലപ്പോഴും നമ്മളിൽ പലരും ഫോളോ ചെയ്യാറില്ല. ഞാനീ പറയാൻ പോകുന്ന 5 മാർഗങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കടബാധ്യതയിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ ഒരു പരിധിവരെ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. സോ ഈ 5 കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. വളരെ കൃത്യമായിട്ട് നിങ്ങളത് കേൾക്കുക, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. നിങ്ങളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കടബാധ്യതയിൽ നിന്നും ഒരു പരിധി വരെ മോക്ഷം നേടാൻ അല്ലെങ്കിൽ മുക്തി നേടാൻ സാധ്യമാണ്. സോ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, വലിയ തുകകൾ അടച്ചു തീർക്കുന്നതിനായിട്ട് ഒരു ലംസം എമൗണ്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഇതിനായിട്ട് ബോണസുകളോ റീഫണ്ടുകളോ ഉപയോഗിക്കുക. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ബോണസ് ലഭിക്കുന്നു, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബോണസ് ലഭിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഏതെങ്കിലും റീഫണ്ടുകൾ ലഭിക്കുന്നു, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ആ പൈസ നിങ്ങൾ വേറെ കാര്യത്തിലേക്ക് മാറ്റിവെക്കാതെ, നിങ്ങൾ പുതിയ വസ്തുക്കൾ വാങ്ങാനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനോ നിങ്ങൾ ഉപയോഗിക്കാതെ ഓൾറെഡി ഉള്ള കടത്തിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് കടബാധ്യതയിൽ നിന്നും രക്ഷ നേടാൻ സാധ്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കടം വാങ്ങിച്ച എമൗണ്ട് എത്രയാണോ അതിൽ കുറവ് വരാൻ സാധ്യമാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈവൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബോണസ് ലഭിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റു രീതിയിൽ ലഭിക്കുന്ന എക്സ്ട്രാ എമൗണ്ട് നമ്മൾ പുതിയ ഒരു വണ്ടി വാങ്ങാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ പുതിയ വസ്തുക്കൾ ഏതെങ്കിലും വാങ്ങിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നതിന്, ഏതെങ്കിലും ലക്ഷറി കാര്യങ്ങൾ നമ്മൾ വാങ്ങുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ എമൗണ്ട് നമ്മൾ കടത്തിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കടം വീട്ടുന്നതിന് വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ തലവേദന കുറയുന്ന ഒരു പ്രോസസ് ആയിരിക്കും. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സാധിക്കുമ്പോഴൊക്കെ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ EMI 10,000 രൂപയാണ് എന്നിരിക്കട്ടെ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, നിങ്ങളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ ഒരു 15,000 രൂപ അടച്ചു നോക്കും, അല്ലെങ്കിൽ ഒരു 12,000 രൂപ നിങ്ങൾ അടച്ചു നോക്കും. എല്ലാ മാസവും അടക്കണം എന്ന് ഞാൻ പറയുന്നില്ല. 1-2 മാസം നിങ്ങൾ കുറച്ച് എക്സ്ട്രാ എമൗണ്ട് നിങ്ങൾ കൂട്ടുന്നു. നിങ്ങൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ചെലവ് ചുരുക്കി ആ ചുരുക്കിയ എമൗണ്ട് നിങ്ങൾ ഇപ്പുറത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ EMI കുറയും, നിങ്ങളുടെ പലിശ നിരക്ക് കുറയാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് അതുകൊണ്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഹോം ലോണിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. ഹോം ലോൺ എങ്ങനെയാണ് എളുപ്പത്തിൽ അടച്ചു തീർക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. പലർക്കും അത് ഉപകാരപ്രദമായി എന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഹോം ലോൺ എങ്ങനെ പെട്ടെന്ന് അടച്ചു തീർക്കണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹോം ലോണിനകത്തും ഇത്തരത്തിൽ എക്സ്ട്രാ EMI അടച്ചുകൊണ്ട് 20 വർഷത്തെ ഹോം ലോൺ 10 വർഷം കൊണ്ട് അടച്ചു തീർക്കാം എന്ന് നമ്മൾ ആ വീഡിയോയിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് ലോണാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ എമൗണ്ട് നിങ്ങൾ അതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രതിമാസ EMI-യേക്കാളും കുറച്ച് അധിക തുക നിങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കമ്പൈൻ യുവർ ലോൺസ് ഇൻടു വൺ സിംഗിൾ ലോൺ. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ലോണുകൾ ഉണ്ടെങ്കിൽ ആ ലോണുകളെല്ലാം ഒരു ലോണായി കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടച്ചു തീർക്കാവുന്നതാണ്. അങ്ങനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പലിശ നിരക്കിൽ കുറവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കമ്പൈൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ലോണുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു ലോൺ അടച്ചു തീർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയാകും. കൺസിഡർ ട്രാൻസ്ഫറിംഗ് യുവർ ലോൺ. നിങ്ങളുടെ ലോൺ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുക എന്നതാണ് അടുത്ത ഓപ്ഷൻ. എപ്പോഴാണ് ഈ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഓൾറെഡി എടുത്തിരിക്കുന്ന വായ്പയുടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 12% എന്നിരിക്കട്ടെ.
നിങ്ങൾ മറ്റൊരു ബാങ്കിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ ഇതേ വായ്പ ഇതേ എമൗണ്ടിൽ ലഭിക്കുന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത് 9%. അപ്പോൾ സ്വാഭാവികമായിട്ടും 9% ലഭിക്കുന്ന ബാങ്കിലേക്ക് നിങ്ങൾ 12% ഉള്ള ബാങ്കിൽ നിന്നും മാറ്റാൻ വേണ്ടി സാധിക്കുമോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. അത് ഡിപ്പെൻഡ്സ് ഓൺ ബാങ്ക് ടു ബാങ്ക്. ഓരോ ബാങ്കിനെയും അടിസ്ഥാനമാക്കിയിരിക്കും ആ കാര്യങ്ങൾ. നിങ്ങൾ കൃത്യമായിട്ട് ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിങ്ങൾ അതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തുകയാണെങ്കിൽ, നിങ്ങൾക്ക് പലിശ നിരക്ക് കൂടിയ ബാങ്കിൽ നിന്നും നിങ്ങളുടെ ബാങ്കിൽ നിന്നും പലിശ നിരക്ക് കുറഞ്ഞ ബാങ്കിലേക്ക് നിങ്ങളുടെ ലോൺ ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യമാണ്. ഹോം ലോണും ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യമാണ്. സോ ലോൺ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ കാര്യമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അതുവഴി പലിശ നിരക്കിലുള്ള കുറവിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ലോൺ തന്ന ബാങ്ക് ഏതാണോ അവരുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ടോക്ക് ടു യുവർ ലെൻഡർ എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു പോയിന്റ്. നിങ്ങൾ ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നു, ആ ബാങ്കിൽ നിങ്ങൾക്ക് ആരാണ് ലോൺ തന്നത് അതിന്റെ മാനേജർ ആണെങ്കിൽ അദ്ദേഹവുമായിട്ട് വളരെ നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് ലോൺ അടച്ചു തീർക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് EMI നിങ്ങൾ അടക്കുന്നു, യാതൊരു വിട്ടുവീഴ്ചയും EMI അടക്കുന്നതിൽ വരുത്തുന്നില്ല, യാതൊരു വിധത്തിലുള്ള ഡിലേയും നിങ്ങളുടെ റീപേയ്മെന്റിൽ വരുന്നില്ല എന്നാണെങ്കിൽ ഒരു പരിധിവരെ ഈ ബാങ്ക് മാനേജർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധ്യമാകും. എങ്ങനെയെന്നല്ലേ, പലിശ നിരക്ക് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റിയേക്കാം. സോ ലെൻഡറുമായിട്ട് ബാങ്കുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ EMI അടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഈ ഒരു ബന്ധം നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബെനിഫിറ്റും നിങ്ങൾക്ക് ലഭിക്കും. സോ എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് ലോൺ അടച്ചു തീർക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള 5 പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഈ കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലോൺ വളരെ ഈസി ആയിട്ട്, വളരെ ഹാസിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിരുന്നാലും നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചെയ്യേണ്ട കാര്യം വളരെ ഡിസിപ്ലിൻ ആയിട്ട് അത് അടച്ചു തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ മുകളിൽ പറഞ്ഞ 5 പോയിന്റുകൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം നിങ്ങൾ EMI റെഗുലറായിട്ട് അടക്കുന്നില്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ EMI അടക്കുന്നതിൽ വിട്ടുവീഴ്ച വരുത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ സിബിൽ സ്കോറിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ പെർഫോമൻസിനെയും ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് EMI അടക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ പറഞ്ഞ 5 പോയിന്റ് നിങ്ങൾ കീപ്പ് ചെയ്താൽ, ഈ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തുകൊണ്ട് ഡിസിപ്ലിനായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഏത് തരത്തിലുള്ള ലോണുകളും വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അടച്ചു തീർക്കാം. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള വെണ്ടർമാർ നയിക്കുന്ന 500-ലധികം വീഡിയോ കോഴ്സുകൾ ബോസ്വാല ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. വളരെ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ഈ കോഴ്സുകളിലേക്കുള്ള സമ്പൂർണ്ണ ആക്സസ് ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ കാര്യത്തിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കൂടുതൽ വീഡിയോകളുമായി ഞാൻ തീർച്ചയായും നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും. ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ബോസ്വാല, ബി ദ ബോസ്.